സങ്കല്പം തീർന്നിട്ടില്ലെങ്കിലോ ആ സങ്കല്പം അനുസരിച്ച് വീണ്ടും ജനനഭ്രമം. ഇതാണ് നിയമം. ഇപ്പോഴേ ആലോചിച്ചു നോക്കുക, മരിക്കാൻ സമയത്ത് വല്ല സങ്കല്പവുമുണ്ടോ? സങ്കല്പമുണ്ടെങ്കിൽ ആ സങ്കല്പം അനുസരിച്ച് വീണ്ടും ജനനഭ്രമം. പ്രാരബ്ധം നേരത്തെ തീരുമാനിച്ചു വെച്ചതാ. ഇവിടെ അങ്ങനെയല്ലേ? ഇവിടെയും വിഷ്ണു ഭൂമിയും ദേവന്മാരും ഒക്കെ കൂടെ അവിടെ ചെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ആ പ്രയാസമുണ്ടോ? ശരി, ഞാൻ ദശരഥന്റെ മകനായി ജനിക്കാം, തീരുമാനിച്ചു. പ്രാരബ്ധം. എന്റെ മായ സീതയായി ജനിക്കും. അതാണ് ഈ പ്രാരബ്ധം എന്ന് പറയുന്നത്. ഇതിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രീരാമന് പറ്റില്ല. നേരത്തെ അദ്ദേഹം തന്നെ തീരുമാനിച്ചതല്ല, ഇവിടെ വേറെ ആരും തീരുമാനിച്ചല്ല. മായ സീതയായി ജനിക്കും, എന്നെ സഹായിക്കാൻ ദേവന്മാരൊക്കെ വാനരന്മാരായി ജനിക്കണം. എന്റെ കിടക്കയായിട്ടുള്ള അനന്തൻ ലക്ഷ്മണനായി ജനിക്കും. ശംഖചക്രങ്ങൾ ഭരതകുമാരനും ഒക്കെ ആയി ജനിക്കും. അങ്ങനെ എല്ലാവരും ഏതാണ്ട് തീരുമാനിച്ചു വന്നവരാണ്. അപ്പൊ ഇനി അത് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? കാട്ടിൽ പോയാലേ രാവണനെ കൊല്ലാൻ പറ്റൂ. സീതയെ കൂടെ കൊണ്ടുപോയാലേ രാവണനെ കൊല്ലാൻ പറ്റൂ. ലക്ഷ്മണൻ കൂടിയേ തീരൂ. എപ്പോഴും തൻ്റെ ശേഷനാണ് ലക്ഷ്മണൻ. സർവൈക സാരജ്ഞനായ നീ ലക്ഷ്മണ, നിനക്ക് കുറച്ച് കാര്യമൊക്കെ അറിയാവുന്നവനല്ലേ? മനസ്സിലാക്ക്, സുഖദുഃഖദം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. നമ്മൾ തീരുമാനിച്ചു വെച്ച കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് അവരാണ് എനിക്ക് കാരണം. ഇതാ ഈ ലക്ഷ്മണൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ വലിയ തത്വജ്ഞാനിയെപ്പോലെ ഗുഹനെ ഉപദേശിക്കുന്നുണ്ട്. അല്ലയോ ഗുഹ, ഇവിടെ ഖസ്യ കോഹേ തുർജഗത്രയേ കസ്യ സുഖസ്യ വാ കോപി ഹേ ദുസ്സഖേ. ആരുടെയും സുഖത്തിനോ ദുഃഖത്തിനോ മറ്റാരും കാരണക്കാരല്ല. അവരവർ ചെയ്തത്, അവരവർ സങ്കല്പിച്ചത് അവരവരനുഭവിക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ സങ്കല്പത്തെക്കുറിച്ച് നമുക്കിപ്പോൾ വ്യക്തമായ ധാരണ ഇല്ലാതിരിക്കാം, അത് വേണമെന്നില്ല. പക്ഷെ അനുഭവിക്കുന്നതൊക്കെ ആ നേരത്തെ തീരുമാനിച്ച, അവനവൻ തീരുമാനിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതിന് ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ ദേഷ്യപ്പെടുത്തിയിട്ടോ കാര്യമില്ല.